ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. നമ്മളിപ്പം വന്നിട്ടുള്ളത് NCERTസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം NCERTസ് എന്ന് വെച്ചാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയ ഹരിയാന, രാജസ്ഥാൻ, UP, ഡൽഹി അതിലൊക്കെ വരുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് നമ്മൾ NCERTസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ ഏറ്റവും പറയട്ടെ, നമ്മൾക്ക് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ഇത്ര നോട്ടിഫിക്കേഷൻസ് വരും. അതൊക്കെ നിങ്ങളൊരു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ ജോലി വേണമെന്ന് നോക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ടെക്നിക്കൽ തന്നെയാണല്ലോ. ഓക്കെ. അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇതെന്താ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. റിക്വയർമെന്റ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് സ്റ്റാഫ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസിസ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക 24-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 24. ഓക്കെ. അതേപോലെ ടെൻഡേറ്റീവ് ഡേറ്റ് അവരോട് പറഞ്ഞിട്ട് മെയ് 2025 എന്നുള്ള രീതിയിൽ. ഓക്കെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതേപോലെ പാർട്ടിസിപ്പേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓഫ് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, UP ആൻഡ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഓക്കെ. ഇതെന്ന് വെച്ചാൽ NCR റീജിയനിൽ വരുന്നതാണ്. നിങ്ങൾ നമോ ഭാരത് നമുക്ക് നിങ്ങൾ കിട്ടുന്നുണ്ടോ. അപ്പൊ അതിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിലിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കോഡ് 1 22,800 തൊട്ടിട്ട് 75,880 പേ സ്കെയിൽ വരുന്നത്. ലെവൽ NE5 ലെവലിലാണ് വരുന്നത്. ടോട്ടൽ 16 വേക്കൻസി ആണുള്ളത്. 8 അൺറിസർവ്ഡ്, ഒരു EWS, ഒരു 4 OBC, 2 SC, ഒരു ST. ഇതില് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇലക്ട്രോണിക്സിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ 16 വേക്കൻസീസും ഉണ്ട്. വേക്കൻസി നമ്മളെപ്പോഴും പറയേണ്ട വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുതെന്ന്. ഓക്കെ. നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷനിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഇതാണ് അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 22,800 തൊട്ട് 75,880 സ്കെയില്. 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. മാക്സിമം ഏജ് 25 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. മാക്സിമം ഏജ് 25 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. ഇപ്പം ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്ന കാര്യം ഡൗട്ട് ഉണ്ട് അവിടെ. നമുക്കവിടെ ചെക്ക് ചെയ്യാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ആസ് ഇൻഡിക്കേറ്റഡ് അബവ് അഗേൻസ്റ്റ് ഈച്ച് പോസ്റ്റ് ആർ മാൻഡേറ്ററി. അപ്പൊ അവിടെ ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടോ ഡിപ്ലോമ അവിടെ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ. ഇപ്പൊ അങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൺലി ഫുൾ ടൈം റെഗുലർ കോഴ്സ് വിൽ ബി കൺസിഡേർഡ്. 18 തൊട്ട് 25 വയസ്സിലാണ് അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. All eligibility criteria, experience, other conditions should be fulfilled on March 2024. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SST ക്ക് 5 വർഷവും അതേപോലെ OBC ചിലപ്പോൾ 3 വർഷം അവിടെ ഏജ് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ആണ് ഉള്ളത്. അത് ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടോട്ടൽ മാർക്സ് ഓഫ് 100 മാർക്സ് ആണ് പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല കേട്ടോ. ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ദ റോങ് ആൻസേഴ്സ്. ഡ്യൂറേഷൻ ഓഫ് CBT ഷാൾ ബി 90 മിനിറ്റ്സ് ആണ്. 1 മാർക്കാണ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. തെറ്റിയ ആൻസർ റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ. ടെസ്റ്റ് സെന്റേഴ്സ് പറയുമ്പോൾ കേരളത്തിൽ എവിടെ ടെസ്റ്റ് സെന്റേഴ്സ് ഇല്ല. ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂര് പോകേണ്ടി വരും. മുംബൈ അല്ലെങ്കിൽ മുംബൈ. കേരളത്തിൽ എവിടെയോ അവരുടെ ടെസ്റ്റ് സെന്റേഴ്സ് അവിടെ കൊടുത്തിട്ടില്ല. മെഡിക്കൽ എക്സാമിനേഷൻ കാര്യമുണ്ട്. പിന്നെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. 2 years ആണ് അവിടെ പ്രൊബേഷൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അതെങ്കിൽ 1.5 വർഷത്തെ ബോണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 1,80,000 രൂപ 1.5 വർഷത്തേക്ക്. ഓക്കെ. അതായത് മിനിമം പീരീഡ് എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1,50,000 നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ അതിനോട് പ്ലസ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കോസ്റ്റ് GST അപ്ലിക്കബിൾ ഇതിലും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു കാലാവധി 1.5 years ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പ്ലസ് ടാക്സസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ക്യാരക്ടർ ആൻഡ് ആൻസിഡൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. NE5 സ്കെയിലാണെന്നില്ല ആരോ അവിടെ നമ്മൾ പറഞ്ഞിട്ട് ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന് ആരോ അവിടെ പറഞ്ഞിട്ടുണ്ട്.
യു ആർ ഒ ബി സി അതേപോലെ ഇ ഡബ്ല്യു എസ് സ്കാൻഡേർഡ്സ് 1000 പ്ലസ് GST കേട്ടോ. 1000 പ്ലസ് GST ആണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്സിന് എന്താ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ എന്താ NCERT സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 24-ാം തീയതി തൊട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കയറിയിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് April 24 ഓക്കെ, അപ്പോ കൂടുതൽ ഓക്കെ, ഇവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിക്സുകാർക്ക് എന്താ ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് ഇലക്ട്രോണിക്സ് ഡിസിപ്ലിനും കൂടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷെ അവിടെ എന്താ ഇലക്ട്രോണിക്സിന്റെ സിലബസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.